ഗോത്രബന്ധു എന്നൊരു പദ്ധതി 2017 ഇടതുപക്ഷ ഗവൺമെൻറ് ആരംഭിച്ചിരുന്നു. അത് ഗോത്രവർഗ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. യഥാർത്ഥത്തിൽ ഇത് ലക്ഷ്യം വെച്ചിരുന്നത് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ആദിവാസി കേന്ദ്രീകൃത മേഖലയിൽ ആദിവാസി വിദ്യാർത്ഥികളെ അവരുടെ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥികൾ 50% പോയി സ്കൂളുകളിൽ എത്താത്തൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പൂർണ്ണമായി സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതോടൊപ്പം അവരുടെ ഭാഷയിൽ അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് ട്യൂഷൻ സംവിധാനം പോലെ അവരുടെ ഉന്നതികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനം മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമടക്കമുള്ള ഒരു മിഷൻ വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി രൂപീകരിച്ചത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വയനാട്, പാലക്കാട്, ഇടുക്കി, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലം ഇത്രയും മേഖലകളിൽ ഏകദേശം 300-ലധികം അധ്യാപകരെ നിയമിച്ചിരുന്നത്. അതിൽ 241 അധ്യാപകരും വയനാട്ടിലായിരുന്നു. അടി വിഭാഗം, പണി വിഭാഗം, ഊരാളുകൾ വിഭാഗം, കാട്ടുനായ്ക്ക വിഭാഗം തുടങ്ങിയ ഏറ്റവും താഴെ കിടക്കുന്ന വിഭാഗങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതി മൂലം അവരുടെയൊക്കെ എത്താൻ സാധിച്ചു. ഇപ്പോൾ സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ ട്രൈബൽ പ്രൊമോട്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വിഭാഗത്തിനിടയിലേക്ക് വിദ്യാഭ്യാസ മെസ്സേജുകൾ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് മറികടക്കാൻ സാധിച്ച സത്യത്തിൽ ഈ ഒരു വലിയ പദ്ധതി കൊണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അപ്രഖ്യാപിതമായിട്ട് പെട്ടെന്ന് പൊടുന്നനെ ആ പദ്ധതി ജൂൺ 1 അവസാനിപ്പിക്കുകയാണ്. യാതൊരു മുൻകരുതലുമില്ലാതെ അവസാനിപ്പിക്കുന്നതോടുകൂടി ഈ വിദ്യാർത്ഥികൾ ഇരുട്ടിലായി പോവാണ്. ഈ വിദ്യാർത്ഥികൾ അധ്യാപകരെക്കാൾ വലിയ പ്രശ്നം നേരിടുന്ന വിദ്യാർത്ഥികളാണ്. അധ്യാപകർക്ക് അവർ ശമ്പളം നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണുന്ന കാര്യമാണ്. കാരണം അവരുടെ കുടുംബങ്ങൾ പോലും സേവ് ചെയ്യപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഒറ്റയടിക്ക് ഇരുട്ടിലായി പോവാണ്. ഗവൺമെന്റ് മാറുന്നു എന്നുള്ളത് സ്വാഭാവികം. നമുക്ക് ആ ഗവൺമെന്റുകളൊക്കെ മാറി മാറി വരും. ആ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഒരിക്കലും നമ്മളൊരു ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഒരു നയത്തെ ഒറ്റയടിക്ക് തകർക്കുന്ന രീതി ഉണ്ടാവാറില്ല. അപ്പൊ അധ്യാപകരുടെ ഇന്റർവ്യൂ അടക്കമുള്ള കാര്യങ്ങളാവാം. അത് ചെയ്യേണ്ടത് ഈ പദ്ധതിയെ ഒറ്റയടിക്ക് അവസാനിപ്പിച്ചുകൊണ്ടല്ല, അവർക്ക് ഈ ജൂൺ 1 ഈ അധ്യാപകർക്ക് തന്നെ അവസരം നൽകുകയും ഇവർ വഴി ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തുകയും അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനം എങ്ങനെയാണോ അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യായിരുന്നു. മാറ്റം അവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് പുതിയ ഇന്റർവ്യൂ അടക്കം വിളിച്ചുകൊണ്ട് ഈ ജൂണിന് ശേഷം നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒന്നും കടക്കാതെ ഒറ്റയടിക്ക് ഒരു മേഖലയെ, ഒരു വലിയ വിഭാഗത്തെ, ആദിവാസി ജനവിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തെ ഏറ്റവും വലിയ രീതിയിൽ കടക്കൽ കത്തി തകർക്കുക എന്ന് പറഞ്ഞ രൂപത്തിലേക്കാണ് ഈ അധ്യാപകരെ പിടിച്ചുവിടുന്ന നയം കൊണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി താങ്കൾ ഈ നടപടിയിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. പരിഷ്കാരങ്ങൾ താങ്കൾക്ക് ആവാം, പക്ഷേ ഈ ആദിവാസി വിദ്യാർത്ഥികളെ ഇരുട്ടിലാറ്റുന്ന ഈ സമീപനത്തിന് പുറകോട്ട് പോകണം. മെന്റർ അധ്യാപകരുടെ പിരിച്ചുവിട്ട നടപടി തിരുത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്.